ഹായ് ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡാട്ടോ. കഫേ ലക്ഷ്മി ചേച്ചി അടിച്ചു തരണേ. ഈ സമയം ഒരു ഓട്ടോക്കാരൻ അങ്ങോട്ട് എത്തും. ആ സമയം അയാൾക്കൊരു കോള് വരണേ. ഭവാനി ആട്ടോ വിളിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ എത്തിയോ? ആ എത്തി മാഡം. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അച്യുതൻ ആ ദിവസം തന്നെ വിട്ട് മദ്യം വാങ്ങിച്ചു. അതിന്റെ ബില്ലും താൻ അവിടെ കാണിക്കണം. ഏത് ബ്രാൻഡാണെന്നൊക്കെ അറിയാലോ? അറിയാം മാഡം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. ശേഷം ഭവാനി ആ കോൾ കട്ട് ചെയ്തതിനു ശേഷം വേറൊരാളെ വിളിക്കാട്ടോ. അതായത് അവരുടെ അയൽവാസികളെ. ദാ അവര് വിളിക്കുന്നു. പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ വിളിച്ചത്. അച്യുതൻ സ്ഥിരമായി മദ്യപിച്ച് വരാറുണ്ട്. നിങ്ങൾ അയൽക്കാർക്ക് വരെ അത് പ്രശ്നമായിരുന്നു. അംബിക അയാളെ കൊല്ലുന്നേ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തന്നെ പറയണം, വെറുതെ അല്ല, ഒന്നും അറിയാലോ. ആ ശരി മാഡം. അങ്ങനെ അവരാ കോള് കട്ട് ചെയ്യും. അപ്പോ ആ പെണ്ണിന്റെ ഭർത്താവ് പറയും, ഇതിപ്പോ അച്യുതൻ ചേട്ടൻ വഴക്കുണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ കൂടെ ഇച്ചിരി കൂടുതൽ അങ്ങ് ചേർക്കുന്നു, അത്രേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് അവരെ വിളിക്കും. നേരെ അജയുടെ അടുത്തേക്കാട്ടോ ചെല്ലുന്നത്. അജയ് ചോദിക്കും, കൊല്ലപ്പെട്ട അച്യുതൻ സ്ഥിരമായി മദ്യപിച്ചു വന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന നിങ്ങൾ പറയുന്നത്? അവര് പറയും, അതെ സാർ, എന്നും വഴക്കായിരുന്നു. അംബികച്ച് സൈ കെട്ടെ ഇനി വഴക്കുണ്ടാക്കിയ കൊല്ലുന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എവിടെ വെച്ച് പറഞ്ഞു? അപ്പോ അയാൾ പറയും, ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞു. അപ്പൊ അജയ് പറയും, ഞാൻ ഇവരോടല്ലേ ചോദിച്ചത്. അപ്പൊ അയാളൊന്നും മിണ്ടാന്നിട്ട് ഭാര്യ പറയും, ആ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടാ പറഞ്ഞത് സാറേ. അജയ് പറയും, ഓ, കൊല്ലാൻ നടക്കുന്ന കാര്യം ആരെങ്കിലും പറഞ്ഞോട് നടക്കും. ദേ സത്യം മാത്രമേ പറയാവൂ. അപ്പൊ അയാൾ പറയും, ആ സത്യമാണ് സാർ പറയുന്നത്, കള്ളം പറയേണ്ട കാര്യം എന്താ? ഞങ്ങൾ അയൽവക്കക്കാർക്ക് കിടന്നുറങ്ങാൻ പറ്റില്ലായിരുന്നു. എന്നും വഴക്കും തെറിയാണ്. അജയ് പോലീസുകാരൻ്റെ അടുത്ത് പറയും, ഇവർ കൊണ്ടുപോയിക്കോളൂ, സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിച്ചിട്ട് വിട്ടോളൂ, ആ ഡ്രൈവറെ ഇങ്ങോട്ട് വിളിക്കുക. അയാൾ വരുമ്പോ തന്നെ അജയ് ചോദിക്കും, ഇയാൾ സ്ഥിരമായിട്ട് ആൾക്കാർക്ക് മദ്യം വിൽപ്പന നടത്താറുണ്ടോ? അയ്യോ ഇല്ല സാർ, മദ്യവിതരണം ശിക്ഷാർഹമായ കുറ്റാണെന്ന് അറിയില്ലേ? ഓട്ടോക്കാരൻ പറയും, അറിയാം സാർ, ഇത് പക്ഷെ അച്ചേട്ടനോടുള്ള പരിചയത്തിന്റെ പുറത്ത് വാങ്ങിച്ചു കൊടുത്തതാ. അയാൾ അതും കുടിച്ച് വഴക്കുണ്ടാക്കി മരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല സാറേ. അജയ്ക്കും അങ്ങനെയാ മരിച്ചതെന്ന് ആരാ പറഞ്ഞേ? അപ്പൊ ആ ഡ്രൈവർ പറയും, അത് പറയാത്ത ആരാ ഉള്ളത് സാർ, കള്ളു കുടിച്ച് അലമ്പുണ്ടാക്കിയതിന് ഭാര്യ കുത്തിക്കൊന്നതല്ലേ. അജയ് പറയും, താൻ മദ്യം വാങ്ങിച്ചു കൊടുത്തല്ലെന്നേ, വെറുതെ പറയല്ലെന്ന് എങ്ങനെ ഉറപ്പിക്കും? അയാൾ പോക്കറ്റിൽ നിന്ന് ബില്ലെടുത്ത് കൊടുക്കും. ഞാൻ മദ്യം വാങ്ങിച്ചതിന്റെ ബില്ലാ, സമയവും തീയതിയൊക്കെ ഇതിലുണ്ട്. ആ ദിവസം തന്നെ അച്ചുവേട്ടൻ മരിച്ചത്. ഈ ബില്ല് താൻ എന്തിനാ സൂക്ഷിച്ചു വെച്ചത് എന്ന് അജയ്ക്കുമ്പോൾ അയാൾ പറയും, ഇത് ഓട്ടോ കിടന്ന് കിട്ടിയതാ. അച്ചുവേട്ടൻ മരിച്ചവരറിഞ്ഞപ്പോ എടുത്ത് സൂക്ഷിച്ചു വെച്ചതാ. എല്ലാ ബില്ലും താൻ സൂക്ഷിച്ചു വെക്കാറുണ്ടോ? അത് സാറേ. സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് താൻ പൊക്കോ. അങ്ങനെ അയാൾ അവിടുന്ന് പറഞ്ഞേക്കും. അജയ് ആ ബില്ലിങ്ങനെ നോക്കാട്ടോ. അംബിക കരഞ്ഞ് തളർന്ന് ആ സെല്ലിൽ ഇരിക്കാട്ടോ. ഫുള്ള് ഇരുട്ടാണ്. അപ്പോൾ അങ്ങോട്ട് ഭൂമി വരുന്നത്. ഭൂമി നോക്കുമ്പോൾ അമ്മേനെ കാണുന്നില്ല. അമ്മ ഇങ്ങനെ ഇരുട്ടത്തൊരു മൂലയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ഭൂമി പഴയ കാര്യങ്ങൾ ആലോചിക്കും. അമ്മേ എന്ന് വിളിക്കുന്നൊന്നും അംബിക കേൾക്കുന്നില്ല. ഭൂമി മനസ്സിൽ വിചാരിക്കും, അച്ഛാ എനിക്ക് മനസ്സിന് ധൈര്യം തരണേ. അമ്മേ എന്ന് വിളിക്കുമ്പോൾ, എൻ്റെ മോളെ എന്ന് വിളിച്ച് അംബിക ഓടി വന്ന് ആ സെല്ലിനുള്ളിലൂടെ കൈയിട്ട് ഭൂമിയുടെ കവിളിൽ പിടിക്കുക. ഇങ്ങനെ കരയുമ്പോ ഭൂമി അറിയും, അമ്മേ കരയല്ലേ. അമ്മ എന്തിനാ കരയുന്നത്? അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അതിനു വേണ്ടിയുള്ള തെളിവുകൾ സംഘടിപ്പിക്കാനാ ഞാൻ ഇത്രയും ദിവസം ശ്രമിച്ചത്. അതെ, അമ്മയെ രക്ഷിക്കാനുള്ള തെളിവുകളൊക്കെ എനിക്ക് കിട്ടി. അമ്മയെ എത്രയും വേഗം പുറത്തിറക്കാൻ എനിക്ക് കഴിയും. അമ്മയ്ക്ക് ഓർമ്മയില്ലേ, എന്നെ പഠിപ്പിച്ച ക്രിമിനോളജി ലോയർ ശങ്കരനാരായണൻ സാറിനെ? ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോകുന്നുണ്ട്. നമുക്ക് കിട്ടിയ തെളിവുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു തരും. പിന്നെ പോലീസുകാർക്കെതിരെയുള്ള തെളിവുകൾക്കെതിരായി എങ്ങനെ പ്രതികരിക്കണമെന്നും. അമ്മ നോക്കിക്കോ, ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ അമ്മയെ പുറത്തിറക്കും. യഥാർത്ഥ പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. ദാ ഇത് അമ്മയ്ക്കുള്ള ഭക്ഷണ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ലക്ഷ്മിച്ചി സഹായിക്കാൻ വന്നിട്ട് പോലും ഞാൻ സമ്മതിച്ചില്ല. അംബികയ്ക്ക് വേണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോ അമ്മ കണ്ണു തുടക്കി, എന്നിട്ടിരുന്ന് കഴിക്കേ, ഞാൻ വാരിത്തരാം. അംബിക കരഞ്ഞോണ്ട് പറയും, അമ്മയ്ക്ക് വേണ്ട, വിശപ്പില്ല. ഭൂമി അറിയും, ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇതേ ഞാൻ എന്റെ അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്നതാ. മര്യാദയ്ക്ക് കണ്ണു തുടക്കി, എന്നിട്ട് ഇത് കഴിക്കേ. അങ്ങനെ ഭൂമിയെ അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുക. കരഞ്ഞുകൊണ്ടാണ് അംബിക ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. കഴിക്കേ. ഈ സമയം ഭൂമി പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. ഭൂമി കുഞ്ഞായിരുന്നപ്പോഴുള്ള കാര്യങ്ങളൊക്കെ, അച്യുതനും അംബികയും കൂടെ കൊണ്ട് നടന്ന് കഴിപ്പിച്ചതൊക്കെ. അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് കാണുമ്പോൾ പോലീസുകാരി വന്നിട്ട് പറയും, ഞാൻ തുറന്നു തരാന്ന്. ഭൂമി വേണ്ടെന്ന് പറയാം. അങ്ങനെ അല്പം കഴിയുമ്പോൾ അംബിക പറയും, മതി കുഞ്ഞെ, ഇനി ഇറങ്ങൂല. ഭൂമി അറിയും, എങ്കിൽ ഞാൻ പോയിട്ട് വരാമേ, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അമ്മ ധൈര്യമായിട്ടിരിക്കൂ. പോകാൻ തുടങ്ങുമ്പോ, മോളെ അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മോള് വെറുതെ പറഞ്ഞതല്ലല്ലോ. ഭൂമി അറിയും, അല്ലമ്മേ, എന്റെ അമ്മയെ ഞാൻ പുറത്തിറക്കും. ഭൂമി ഭക്ഷണം കൊണ്ടുവന്ന പാത്രമൊക്കെ എടുക്കുമ്പോഴും അമ്മേനെ ആശ്വസിപ്പിക്കാൻ മോള് വെറുതെ പറഞ്ഞല്ലോ എന്ന് അംബിക പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ആലോചിക്കാണ്. അങ്ങനെ ഭൂമി പോകുന്നതും നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക അംബിക. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അജയും വക്കീലും കൂടെ അങ്ങോട്ട് വരും. വക്കീൽ വയ്ക്കും, എത്ര ദിവസത്തേക്കാ റിമാൻഡ്? അജയ് പറയും, അതറിയില്ല, തെളിവെടുപ്പിന് കസ്റ്റഡി തന്നിരിക്കണേ, തൊണ്ടി സാധനങ്ങളുണ്ട് കയ്യില്, എന്തായാലും വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ സംസാരിക്കുമ്പോ ഭൂമി അങ്ങോട്ട് കയറി വരിക. വക്കീൽ പറയും, ഞങ്ങൾ അമ്മയുടെ കാര്യം സംസാരിക്കുകയായിരുന്നു. വളരെ വിഷമത്തോടെ പറയണേ, അമ്മയെ രക്ഷിക്കാനായിട്ടുള്ള ഒരു തെളിവും കിട്ടിയിട്ടില്ല. കോടതിയിൽ കേസ് പോയാൽ ആദ്യം അന്വേഷിക്കുന്നത് വെപ്പണാണ്. അത് മുറിയിൽ നിന്ന് കിട്ടി. അതിലെ അംബികയുടെ ഫിംഗർ പ്രിന്റ് മാത്രമേ ഉള്ളൂ.
അജയ് പറയും അംബികയുടെ മൊഴിയിൽ പറയുന്നത് അവിടെ മറ്റൊരാൾ ഉണ്ടായിരുന്നു എന്നാണ്. അയാളുടെ മുഖവും കണ്ടിട്ടില്ല, അയാൾ കൊല്ലുന്നതും കണ്ടിട്ടില്ല. അത് മുഖവരയ്ക്ക് എടുക്കാൻ പറ്റില്ല. അച്യുതന്റെ ബ്ലഡ് തന്നെയാണ് അംബികയുടെ ശരീരത്തിലുണ്ടായത്. മുറിക്കുള്ളിൽ എഴുതി വെച്ചിരുന്ന അംബികയുടെ കത്തുണ്ട്. മദ്യപിച്ച് വന്ന അച്യുതനെ ഞാൻ കൊല്ലുന്ന എഴുതി വെച്ചിട്ടുണ്ട്. ഭൂമി ഞെട്ടും. അച്ഛൻ മദ്യപിക്കില്ല സാർ. അജയ് പറയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ. അല്ല, വന്നിട്ടുണ്ടാകും. അങ്ങനെ കോൺസ്റ്റബിളിനെ വിളിച്ച് റിപ്പോർട്ട് എടുക്കാൻ പറയും. ഭൂമിയുടെ വീടിന്റെ പുറത്തുനിന്ന് ഒരു മദ്യക്കുപ്പി തൊണ്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്ക് റിപ്പോർട്ട് കൊണ്ടുവന്ന് കൊടുക്കും. അജയ് അതിങ്ങനെ നോക്കാണ്. ഈ റിപ്പോർട്ടിൽ അച്യുതൻ മദ്യപിച്ചുവെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. ഇതേ സമയം ഇതിന് പിന്നിലെ ഭവാനിയാട്ടോ. ഭവാനി വീട്ടിൽ നിന്ന് ഇങ്ങനെ ചിരിക്കണേ. ആ റിപ്പോർട്ട് മാറ്റിയത് ഭവാനിയാട്ടോ. എന്നാ ഇതേ സമയം ഭൂമി ഇത് കേൾക്കുന്നതും ഞെട്ടിപ്പോകും. ഭൂമി അറിയും ഇല്ല സാർ, ഞാനിത് വിശ്വസിക്കില്ല. അജയ് പറയും 90 ദിവസത്തിന് ശേഷമേ കുറ്റപത്രം സമർപ്പിക്കുള്ളൂ. അതിനിടയിൽ എന്തെങ്കിലും അനുകൂല തെളിവുണ്ടോ നോക്കാം. ഭൂമി അറിയും ഞാൻ സാറിനെ വിശ്വസിക്കുന്നു. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛനെ കൊല്ലാൻ കഴിയില്ല. അജയ് പറയും ഞാൻ വിശ്വസിക്കാം. ഭൂമിക്ക് അവരുടെ മുന്നിൽ നിന്ന് കരയാൻ പറ്റുന്നില്ല. അവിടുന്ന് സങ്കടത്തോടെ ഇറങ്ങാം. അജയും വക്കീലും ഇങ്ങനെ നോക്കും. അജയ് പറയും താനൊന്ന് ചെല്ലടോ, എന്തെങ്കിലും പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കേ. ശരിയെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവാട്ടോ. എന്നിട്ട് ഭൂമി എന്ന് വിളിച്ച് അടുത്തേക്ക് ചെല്ലും. ടെൻഷൻ ആവണ്ട, അജയ് കിട്ടിയ എവിഡൻസ് വെച്ച് പറഞ്ഞേ ഉള്ളൂ. ഭൂമിക്കും ഒരു അഡ്വക്കേറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂയില് സാർ എങ്ങനെ വിലയിരുത്തുന്നു? എന്നെ പോലെ ഒരു വക്കീലിനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് സംശയം. ഭൂമിയുടെ അമ്മയാണ് കൊലപാതകി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടുള്ള ഒരു പോലീസുകാരും പോലും വിശ്വസിക്കുന്നില്ല. ഭൂമി അറിയും എന്ന് വെച്ചാ എല്ലാരും വിശ്വസിക്കുന്നു അമ്മ അത് ചെയ്തിട്ടില്ലെന്ന്. എങ്കിൽ പിന്നെ അതാരാ? ആ ചോദ്യത്തിന് പിന്നാലെയാ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പോവേണ്ടത്. ഞാനൊന്നും പഠിച്ചിട്ടില്ല, സമയം കിട്ടിയില്ല. ഒന്നുറപ്പാ, അച്ഛന്റെ കൊലപാതകത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ആ വഴിയാണ് ഞാൻ അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോ അഡ്വക്കേറ്റ് പറയും ഞാൻ എന്റെ വഴിക്കും അന്വേഷിക്കാം. ഭൂമി അറിയും എന്നെ പഠിപ്പിച്ച ഡോക്ടർ ക്രിമിനോളജിസ്റ്റ് അഡ്വക്കേറ്റ് ശങ്കരനാരായണൻ സാറിനെ കാണാൻ പോകുന്നുണ്ട്. കേസിന്റെ തെളിവ് വെച്ച് സാറിനോട് സംസാരിച്ചാൽ എനിക്കൊരു ലീഡ് കിട്ടും ഏത് വഴിക്ക് അന്വേഷിക്കണമെന്ന്. ആരോ ഒരാൾ ഈ കൊലപാതകത്തിന് പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സൗഭാഗ്യപുരത്തെ മുത്തശ്ശി ആരോടോ സംസാരിക്കണേ. എല്ലാ ദിവസത്തെ പോലെ തന്നെ ഈ ദിവസം അവിടെ ആ ഭവാനിയും അഞ്ജനയും പുറത്ത് നിൽപ്പുണ്ട്. അപ്പോഴായിരിക്കും സത്യദാസ് വരുന്നത്. അത്യാവശ്യം കുറേ സാധനങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അഞ്ജനേനെ വിളിക്കുമ്പോ ദാ ആ കിളവ് വിളിക്കുന്നുണ്ടെന്ന് ഭവാനി പറയും. അങ്ങനെ അഞ്ജനയും ഭവാനിയും കൂടെ അവിടേക്ക് ചെല്ലും. അജയ് സാധനങ്ങളൊക്കെ ആയിട്ട് അമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോഴേക്ക് മാധവനും വൈഫും വരും കേട്ടോ. അമ്മയ്ക്കും നീ എന്താ പറഞ്ഞത്? ഇങ്ങോട്ട് വെറുതെ വന്നതാണെന്നോ? ഇന്ന് ദീപാവലി അല്ലേ, എല്ലാ വർഷവും വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കുന്ന നിന്റെ പതിവ് അത് തെറ്റിക്കില്ലെന്ന് എനിക്കറിയാം. അജയ്യുടെ ഞാൻ വിളിക്കാം ഏട്ടാ എന്ന് പറഞ്ഞ് സംഗീത പോകാൻ നിൽക്കുമ്പോഴേക്കും ഞാൻ വിളിക്കാം, കൂട്ടുകാരന്റെ കൂടെ മുകളിലുണ്ട് എന്ന് പറഞ്ഞ അഞ്ജന പോകുമ്പോഴേക്കും അജയ് ഉണ്ടാവും താഴേക്ക് ഇറങ്ങി വരുന്നത്. ഇത് അഞ്ജനയ്ക്ക് ഇഷ്ടാവുന്നില്ല. അജയ് വന്നിട്ട് വയ്ക്കും എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? വക്കീൽ വയ്ക്കും ദീപാവലി ആഘോഷത്തെ കുറിച്ചാണോ? ഞാനത് പ്രതീക്ഷിച്ചാ ഇവിടെ കുറ്റിയടിച്ചത്. അപ്പൊ അഞ്ജന പറയും വല്യച്ഛൻ ദീപാവലിക്കോടിയായിട്ട് വന്നതാ. അജയ്ക്കും ദീപാവലിക്കോടിയോ? വിഷുവിന് വിഷുക്കോടിയല്ലേ, ഇത് ദീപാവലിക്കോടി. സത്യദാസ് പറയും വർഷത്തിലൊരിക്കൽ ഇങ്ങനെ ചെയ്യുമ്പോഴാ ഞാൻ തനിച്ചായിട്ടില്ലെന്ന് എനിക്ക് തോന്നാറ്. അജയ് പറയും അതിന് വല്യമ്മവൻ തനിച്ചല്ലല്ലോ, ഞങ്ങൾ എല്ലാരും കൂടെ ഇല്ലേ. സത്യ ഇനി വെച്ച് താമസിപ്പിക്കണ്ട, എല്ലാവർക്കും എടുത്തു കൊടുക്ക്. ആദ്യം മുത്തശ്ശിക്കാ കൊടുക്കുന്നേ. നന്നായി വരട്ടെ, നിന്റെ എല്ലാ ദുഃഖങ്ങളും സർവേശ്വരൻ മാറ്റി തരട്ടെ. പിന്നെ മാധവനും ഭാര്യയ്ക്കും കൊടുക്കും. ഭവാനി വന്ന് വാങ്ങിക്കി. അങ്ങനെ സത്യദാസ് ഭവാനിക്ക് കൊടുക്കുമ്പോ ഭവാനി മുഖം തിരിക്കാണ്. എല്ലാരും ഇങ്ങനെ ഞെട്ടലോടെ നിൽക്കണേ. മുത്തശ്ശി അറിയും ഭവാനി നിനക്കുള്ളതാ മോളെ, നീ വന്ന് വാങ്ങിക്കി. ഭവാനി ദേഷ്യത്തോടെ നോക്കി അത് വാങ്ങിക്കാതെ അകത്തേക്ക് കയറി പോവും. അപ്പൊ എല്ലാവരുടെ മുഖത്തൊരു വിഷമം വരട്ടെ. അഞ്ജന വന്നിട്ട് അറിയും ഇതൊന്നും വലിയച്ഛൻ കാര്യാക്കണ്ട, എനിക്ക് തന്നോളൂ, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് അഞ്ജന അവിടെ നിന്ന് പോവുക. സത്യദാസിന്റെ മുഖത്ത് ആകെ വിഷമാവും. അപ്പൊ അജയ് ആ വിഷയം മാറ്റാൻ പറയും വല്യമ്മാവ എനിക്ക് തന്നില്ലല്ലോ. സത്യദാസ് പറയും അതിലുണ്ട്, നീ എന്താണെന്ന് വെച്ച് നോക്കിയെടുത്തോ, ഞാൻ ഇറങ്ങാം അമ്മേ എന്ന് സത്യദാസ് പറഞ്ഞ് തുടങ്ങുമ്പോ തന്നെ മുത്തശ്ശി പറയും ഏയ് ഇന്നത്തെ ദിവസം അറിയാലോ, അങ്ങനെ പോലെ ഒന്നും ശരിയാവില്ല, ഞാൻ ഇനി ഒന്നിനുമില്ല അമ്മേ, എന്റെ മനസ്സാകെ കലങ്ങി കിടക്കുക. സംഗീത പറയും ഭവാനി ചെയ്യുന്നതും കാണിക്കുന്നതൊന്നും ചേട്ടൻ മനസ്സിൽ എടുക്കണ്ട, അതിന്റെ പേരിൽ മനസ്സ് കലക്കാൻ വേണ്ട. സത്യദാസ് പറയും അത് മാത്രമല്ല ഓരോ വിശേഷ ദിവസങ്ങൾ വരുമ്പോഴും എന്റെ മനസ്സ് വിങ്ങിക്കൊണ്ടിരിക്കുക. സുമിത്ര എന്റെ അഭിരാമി മോള് ആ നീറ്റിലെ മരണം വരെ മാറില്ല. മുത്തശ്ശി മോനെ എന്ന് വിളിച്ചു തുടങ്ങുമ്പോൾ തന്നെ സത്യദാസ് പറയും ഞാനില്ല അമ്മയൊന്നിനും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഇത് പിടിക്കി എന്ന് പറഞ്ഞ് മുത്തശ്ശി ആ ഡ്രസ്സും സംഗീതയുടെ കയ്യിൽ കൊടുത്ത് വേഗം സത്യദാസിന്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പറയും എന്റെ പൊന്നുമോൻ എനിക്കിനി എത്ര കാലം ഉണ്ടടാ, നാളെ പിന്നെ ഒരു ദിവസം നീ എത്ര ആഗ്രഹിച്ചാലും ഒന്നിച്ചൊരു പിടി ചോറിരുന്ന് കഴിക്കാൻ പറ്റുമോ? നീ തൽക്കാലം എനിക്ക് വേണ്ടി ഇവിടെ നിൽക്കണം മോനെ. അപ്പൊ അജയും പറയും വല്യമ്മാവ പ്ലീസ്. മറ്റാളും പറയും നമുക്ക് എല്ലാവർക്കും കൂടെ പടക്കൊക്കെ പൊട്ടി ആഘോഷിക്കാന്നേ. അങ്ങനെ മുത്തശ്ശി വീണ്ടും നിർബന്ധിക്കുമ്പോ സത്യദാസിനെ താല്പര്യമില്ലെങ്കിൽ അവിടെ നിൽക്കാം. അപ്പൊ ഒരു ദീപാവലി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. പിന്നീട് കാണിക്കുന്ന ഒരു കിട്ടിലും പ്രമോ വന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വീക്കില് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്